അനുമോളോട് എന്താ അപ്പം ഇച്ചിരി തൊലിവിളത്തോണ്ടുള്ള ദേഷ്യമാണ്, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആമ്പിള്ളേർ പറയുന്നത്? ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസൂയ കൊണ്ടാന്ന് പറയും. ഇത് വെറുതെ അവളിങ്ങനെ ചെയ്തു, അവളങ്ങനെ ചെയ്തു, അവൾ കള്ളിയാണ് മറ്റേ. പിന്നെ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിൻ്റെ മക്കളല്ലേ. ഞാൻ കണ്ടു എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നത്. ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ അവരുടെ വേഷവിധാനം വരെ എനിക്ക്. പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണിത്. ഇതിനകത്ത് അനുമോളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആങ്കർ. അപ്പം മല്ലിക സുകുമാരൻ അനുമോളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഏതാണ്ട് 2 വർഷത്തോളം അനുമോളുടെ കൂടെ മല്ലിക സുകുമാരൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മല്ലിക സുകുമാരൻ പറയുന്നൊരു കാര്യമുണ്ട്, ബിഗ് ബോസ് ഞാനും കണ്ടതാണ്, എനിക്കറിയാം അതിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന്. പിന്നെ ഈ അനുമോളെക്കുറിച്ച് ഇത്രയും കുറ്റം പറയേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ അനുമോൾക്കെതിരെ വരുന്നുണ്ട്. കൂടുതലും ആൺകുട്ടികളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ആണുങ്ങളാണ് പറയുന്നത്. പെണ്ണുങ്ങൾ പറഞ്ഞാൽ പിന്നെയും അസൂയയും കുശുമ്പൊക്കെ കൊണ്ട് പറയുന്നതാണെന്ന് വെക്കാം. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ആണുങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റവൾ ഇങ്ങനെ ഒന്നുമല്ല. അനുമോൾ ഞാൻ കണ്ട കാലം മുതൽ ഒരു ഉദ്ഘാടനത്തിന് പോലെ എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അവളുടെ സഹോദരി, കുഞ്ഞ്, സഹോദരിയുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ, വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അനു. അനുവിൻ്റെ അച്ഛൻ അങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല, അതിനും ഒരു 1.5 കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള. അനുമോളുമായിട്ട് എനിക്ക് ഇന്നും ഇന്നലെയും തൊട്ടിക്കുള്ള പരിചയമല്ല. എനിക്കിതിന് മുന്നേ അനുമോളെ അറിയാവുന്നതാണ്. അനുമോളുടെ ക്യാരക്ടർ എന്താണെന്നും എനിക്കറിയാവുന്നതാണ്. അനുമോളുമായിട്ട് ഞാനൊരു സീരിയൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് അമ്മായിയമ്മയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. കുടുംബത്തെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് അനുമോൾ. ഓരോ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നവർ പോലെ അനുമോളൊന്നും കളിക്കാണ്ടിരുന്നും അല്ലെങ്കിൽ PR വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നില്ല അനുമോൾക്ക് ആ കപ്പ് കിട്ടിയിരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു 24 ലക്ഷം രൂപ പുറത്ത് കൊടുത്തിട്ട് പോയി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് കളിച്ചാൽ എനിക്ക് ആ കപ്പ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങളുടെ പിന്തുണയില്ലാതെ ഒരിക്കലും ആ കപ്പ് കിട്ടില്ല എന്നൊക്കെയാണ് മല്ലിക സുകുമാരൻ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഒരുപാട് നല്ല കമൻറ്റ്സ് പറയുന്നവരുണ്ട്, ഒരുപാട് നല്ല വീഡിയോസ് ഇടുന്നവരുണ്ട്. ഞാൻ അവരെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിനാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാർ ആമ്പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറയായിട്ട്. നാണമില്ലേ ഇവന്മാർക്കൊക്കെ? ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ, ഞാൻ അതിനകത്ത് ചില 1-2 റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും, അത് കറക്റ്റാണ്, നമുക്കും കാണും. ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ കൂടെ വർക്ക് ചെയ്തവരല്ല അനുമോളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അനുമോളുടെ കൂടെ വർക്ക് ചെയ്തവരെല്ലാം അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്നിരുന്നപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അനുമോൾ പുറത്തെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വീടിനുള്ളിൽ നിന്നിരുന്നത്. അന്നും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ അനുമോളുടെ അടുത്ത് പറയാൻ നേരത്ത് അനുമോളുടെ കണ്ണൊക്കെ പെട്ടെന്ന് നിറയും, പെട്ടെന്ന് കരയുന്ന ഒരു ക്യാരക്ടറാണ് അനുമോൾ. അത് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കാം. എനിക്കൊരു മുറി ഉണ്ട് അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉപദേശിപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് കരയാൻ, അപ്പോൾ ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞല്ല മോളെ. അത്രയും എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം, ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ സമൂഹം എല്ലാവരും നല്ല കൊച്ച് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരുടെയും ഇത് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവമാണത്. ഒരു കൊച്ച് ജീവിച്ചു എന്നാൽ അതേസമയം വേറെത്തിയെ പറഞ്ഞിട്ട് പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ജീവിച്ചോട്ടെ, എന്താ അത് തന്നെയല്ലേ അനുമോളും. ബിഗ് ബോസിൽ പങ്കെടുത്ത മറ്റ് പല കണ്ടസ്റ്റൻസിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നത് അനുമോൾക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതെന്തിനാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ കുറ്റം പറയുന്നതെന്നൊക്കെ. അത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നൊരു കൊച്ചാണെന്നൊക്കെയാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. ബിഗ് ബോസ് എന്ന ഷോയിൽ പോകുന്നതിന് മുമ്പാണെങ്കിൽ തന്നെയും ചെറിയ ഇനാഗ്രേഷൻ ഫംഗ്ഷൻസിനൊക്കെ പോയി അവരുടെ കുടുംബം നോക്കിക്കൊണ്ടിരുന്നൊരു കുട്ടിയായിരുന്നു അനുമോൾ. ഇപ്പോൾ അനുമോൾ ഓരോ ഫംഗ്ഷൻസിനൊക്കെ പോയാലും ചേച്ചിയുടെ മക്കൾക്കായി ഓരോ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നതൊക്കെ പതിവായിരുന്നു എന്നൊക്കെ മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും ബിഗ് ബോസ് എന്ന ഷോ കണ്ടവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. അനുമോളുടെ അടുത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നവരടുത്ത് അനുമോൾ 100% ആത്മാർത്ഥമായിട്ട് മാത്രമാണ് നിന്നിരുന്നത്. നമ്മൾ കണ്ടതാണ്. അതിലെടുത്ത് ന്യൂറടുത്തൊക്കെ എങ്ങനെയാണ് അനുമോൾ നിന്നിരുന്നത്. അതുപോലെ തന്നെ ശൈത്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മൾ കണ്ടതാണ്.
പക്ഷെ അവർ നേരെ ഓപ്പോസിറ്റാണ് അനുമോളോട് ബിഹേവ് ചെയ്തതൊക്കെ, അതും നമ്മൾ കണ്ടതാണ്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഖത്തറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അയ്യോ എനിക്ക് പോകാൻ വയ്യോ അവരെന്നെ വിളിക്കുന്നത്, ഞാൻ നിന്നെ ഒന്ന് പോകാമോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പോകാം, അയ്യോ ആൻറ്റി പോ ആൻറ്റി. അങ്ങനത്തെ ഉദ്ഘാടനങ്ങൾക്ക് പോകാൻ അവർക്ക് ഇഷ്ടമാണ്. കൊച്ചുകുട്ടിയല്ലേ. അപ്പോൾ അവളൊരു ദിവസം ദുബായിൽ പോയി, ഒന്ന് ഖത്തറിൽ പോയി, ബഹ്റൈനിൽ പോയി, ഷാർജയിൽ പോയി എന്നൊക്കെ പറഞ്ഞത് അവരുടെ പ്രായത്തിൽ പണ്ട് നമ്മളും ഒക്കെ വിചാരിക്കും അയ്യോ സുഖോട്ടം അയ്യോ എന്നെ കൊണ്ടുപോയില്ലേ ഷൂട്ടിങ്ങിന്. അന്നാ നമുക്ക് ഇപ്പം നമ്മൾ ഒരു 10 പ്രാവശ്യം വിളിച്ചാൽ അയ്യോ വയ്യേ പൊന്നു മക്കളെ ദുബായിയൊക്കെ ഒരുപാട് കണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പോകത്തില്ല. അത് പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ് അല്ലേ. അപ്പൊ എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു കുട്ടി പോകുന്നതാണോ? പിന്നെ എത്ര 16 ലക്ഷം 16 ലക്ഷം PR. 16 ലക്ഷം ഉണ്ടാകുന്ന അഭിനയിക്കാതെ ബിഗ് ബോസ് സീസൺ ഫുൾ ആണെങ്കിൽ 16 ലക്ഷം PR ഇത് ആയിട്ടാണ്. പറയുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത്. അതാണ് അതിനകത്ത്. PR എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ അനുമോൾ 16 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് മല്ലിക സുകുമാരൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ കൂടുതലും മുടക്കിയ ആൾക്കാരാണ് അനുമോളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതെന്നും പറയുന്നുണ്ട്. ശരിക്കും അനുമോൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഈ PR-ൻ്റെ കാര്യമൊന്നും പുറത്ത് പറഞ്ഞുകൂടാ എന്നുള്ളൊരു കാര്യം. അനുമോൾ വിചാരിക്കുന്നത് ഇത് സാധാരണ രീതിയിലൊരു കാര്യം തന്നെയാണെന്നാണ്. ഇത് പിന്നീട് അനുമോൾ ഏതോ ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ പറയുന്നുണ്ട്. ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അനുമോൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. PR ഒന്നും പുറത്ത് പറഞ്ഞുകൂടാ എന്നുള്ളൊരു കാര്യം അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബിഗ് ബോസിനുള്ളിൽ വെച്ച് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ തന്നെ അനുമോളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അനുമോൾ അവിടെ അഭിനയിച്ചൊന്നും അല്ലായിരുന്നു നിന്നിരുന്നത്. ഏകദേശം ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അനുമോളപ്പം പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതല്ലെങ്കിലും ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കുറ്റം കിട്ടിയാൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് എഴുതി അറിയിക്കൂ. മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.